നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ടി വിക്കകത്ത് വരുന്ന ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമായി. കാരണം അതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടി വിക്കകത്ത് കാണുന്നത്. അവന്മാരെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ജനക്കൂട്ടം ഇളകി മറിയുവാണ്. ഇങ്ങോട്ട് ഇറക്കി വിടുക, അവന്മാരെ ഞങ്ങൾ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞ് ജനങ്ങളെ ആക്രോശിക്കുകയാണ്. അങ്ങനെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേസം പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചല്ലോ. ആ സമയത്ത് മാമച്ചൻ പറഞ്ഞു, അവന്മാർ നിസ്സാര കാര്യമാണ് ഗ്രേസമ്മ ചെയ്തേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്തേ. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ആ ഹരി എന്ന് പറയുന്നവന് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. കാരണം അവനായിരുന്നു ഏറ്റവും കൂടുതൽ അഹങ്കാരമുള്ളത്. അവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, രോഹിത്തും മോശമൊന്നും അല്ലല്ലോ. അലീനയോട് അവൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടി വെച്ചേ, അവനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തവരെന്ന് പറഞ്ഞു. ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, ശരിയാ, ശരിക്കും അവന്മാരിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. ഭാവം ആ പെൺകൊച്ചിൻ്റെ അവസ്ഥ, അത് രേവതിക്കുട്ടിക്കാനുള്ള സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നീട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയിട്ട് അലീനയെ വിളിക്കുകയാണ്. അലീനയെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അലീന എടുത്തു, എന്താ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. ചേച്ചി ടി വി വെച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, എന്താ ഇതേ ടി വിക്കകത്ത് നിറച്ച് ന്യൂസാന്ന് പറയണം. രോഹിത്തിനെ ഹരിശങ്കറിനെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളാ എന്ന് പറഞ്ഞു. ടി വി ഒന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അലീന പോയി ടി വി വെച്ച് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് കാണുന്ന കാഴ്ചകളാണ് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ചാനലുകാരത് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു വാർത്ത കിട്ടിയില്ലോ. അങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുന്നതും കോടതിയിലേക്ക് കയറ്റിക്കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പിന്നീട് ആ സ്റ്റുഡിയോയിലിരുന്ന് അവതാരക ഓരോ കാര്യങ്ങളൊക്കെ പറയണത്. ഇങ്ങനെ മേലുകാമറ്റത്ത് വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടത്. അതും കൂട്ടബലാത്സംഗത്തിന് ഇരയായി ആ പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മാക്സിമം ശിക്ഷ കിട്ടണമെന്നാണ് ആൾക്കാർ പറയണേ. പിന്നെ ഓരോ സംഘടന ആൾക്കാരും പിന്നെ പൊതുപ്രവർത്തകരൊക്കെ വന്ന് വനിതാ സംഘടനയൊക്കെ വന്നിട്ട് ഇങ്ങനെ അവർക്കെതിരെ രോഹിത്തിനും ഹരിശങ്കറിനും ഒക്കെ എതിരെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്കും കൃഷ്ണമോളും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. കൃഷ്ണമോളും ഇത് കണ്ടു. കൃഷ്ണമോൾ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും ചേച്ചി, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും, എല്ലാവരും ഇപ്പോൾ ഈ വാർത്ത കാണുന്നില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നാലും രോഹിത്തേട്ടൻ ഇങ്ങനെയാ കാരണം ആ ഹരിയേട്ടൻ ഒറ്റയെടുത്തിനാ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. രോഹിത്തേട്ടനെ ഉപദേശിച്ച, എന്നിട്ട് രോഹിത്തേട്ടൻ കേട്ടില്ല. ഇപ്പം കണ്ടില്ലേ, പാവ അച്ഛനായിരിക്കും സങ്കടം. അച്ഛനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ, അമ്മയ്ക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും ചേച്ചി, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ, സ്കൂളിൽ പോയിട്ടുണ്ട് കുട്ടികളൊക്കെ എന്നെ കളിയാക്കില്ലേ, അങ്ങനെ നൂറ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കൃഷ്ണമോള് പറയുന്നത്. അലീനയ്ക്കാണെങ്കിലോ കൃഷ്ണമോളെ എങ്ങനെ സമാധാനിപ്പിക്കുന്നത് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് കമലയുടെ ഫോണിലേക്ക് ബന്ധുക്കാരൊക്കെ വിളിച്ചു തുടങ്ങി. ഒടുവിൽ കമല ഫോൺ എടുക്കാതായി. കാരണം വിളിക്കുന്നവർക്കൊക്കെ ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, ന്യൂസ് കണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. കമല എന്ത് പറയാനായിട്ടാ, ആകെപ്പാടെ നാണക്കേടായിപ്പോയി. നാണക്കേടുകൊണ്ട് കമലയ്ക്ക് ഇരിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹരിശങ്കറിനെയൊക്കെ ജയിലിലേക്ക് വിടുമോ എന്നൊരു ടെൻഷനുണ്ട്. ഇതേ സമയത്ത് സൗദാമിനി മുത്തശ്ശിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ, എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല. അവരെ പിടിച്ചുകൊണ്ട് പോയെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഒടുവിൽ മണിശങ്കർ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി മണിശങ്കറോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും മോനെ, അവർക്ക് ജാമ്യം വല്ല കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനു പറഞ്ഞു, എവിടെ കിട്ടാനാ എൻ്റെ മുത്തശ്ശി, അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നേ. ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ നിറഞ്ഞിരിക്കുക, പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുറത്തിറങ്ങിയിട്ടുണ്ട് നാട്ടുകാരൻ ഞങ്ങളെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അത് കേട്ടോ സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, ദൈവമേ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഒരു തോന്നാബുദ്ധി തോന്നിയത് എന്തുകൊണ്ടാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്ത ദോഷം എന്നല്ലാതെ എന്ത് പറയാനായിട്ടാ, നേരെ ചൊവ്വേ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ ഇനി അവരെ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്യുക, അതൊന്നും പറയാൻ പറ്റില്ല മുത്തശ്ശി, കാരണം നിസ്സാര കാര്യമില്ല, ഇതേ കൂട്ട ബലാത്സംഗ കേസെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസിനകത്തൊക്കെ വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതോടെ കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശി സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ ഒരാപത്തും കൂടാതെ അവർ പുറത്ത് വരണമെന്നൊക്കെ. പക്ഷേങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ലല്ലോ. ഇതേ സമയത്ത് വൈദ്യരുടെ അടുത്തേക്ക് വൈദ്യ ശുശ്രൂഷയ്ക്ക് നേഴ്സ് വരുവാണ്. നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ ടി വിക്കകത്ത് മാഡത്തിൻ്റെ മോനും പിന്നെ മാഡത്തിൻ്റെ കസിന് നിറഞ്ഞു നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈദ്യച്ചു, എന്താ പറഞ്ഞേ, കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട് മാഡത്തിൻ്റെ മോനെ പിന്നെ മാഡത്തിൻ്റെ സഹോദരൻ്റെ മോനെയൊക്കെ, കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികളെ
നാട്ടുകാരെ ഇളകിയിരിക്കാൻ മാഡം. മിക്കവാറും ആ മാർക്കിട്ട് നല്ല തല്ല് കിട്ടുന്ന ലക്ഷണം കാണുന്നുണ്ട്. ജീവനോടെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പറ്റിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായി. എന്നാലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്ന കേട്ടോ. അവന്മാരെയൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്താൽ ഞാനൊക്കെ ആയിരിക്കണം. എൻ്റെ കൊച്ചിനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്നൊക്കെ പറയണം. വൈജയന്തിക്ക് തല ഉയർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നാണക്കേടായിപ്പോയി. എല്ലാവരും വൈജയന്തിയൊക്കെ കുറ്റം പറയണേ. കാരണം വൈജയന്തിയുടെയൊക്കെ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത്. ഇതേ സമയത്ത് ബാലേന്ദ്രനും വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാരണം കോടതിയിൽ എന്താ സംഭവിക്കാൻ പോകുന്ന ബാലേന്ദ്രന് നന്നായിട്ടറിയാം. നിസ്സാര കാര്യമില്ല, കൂട്ട ബലാത്സംഗ കേസാ. പോക്സോ കേസിൽ അകത്തായിട്ടുണ്ട്, തീർന്നു. പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല. അല്ലേ തന്നെ ജാമ്യം കിട്ടത്തില്ല. പോക്സോ കേസും കൂടെ ആണെങ്കിൽ ഇനി അകത്ത് കിടക്കത്തോളൂ. പെട്ടെന്ന് ഇറങ്ങാനും പറ്റില്ല. ഒരാൾ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. പ്രേമം നടിച്ച് വശീകരിച്ച് കൂട്ടുകാർക്ക് കാഴ്ചവെക്കും കൂടെ ചെയ്തില്ലേ. അപ്പം ആ കുറ്റവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതൊക്കെ ഓർത്തപ്പോൾ ബാലേന്ദ്രന് വല്ലാത്ത ടെൻഷനായി. ഹോസ്പിറ്റലായതുകൊണ്ട് മാത്രം ഡോക്ടർമാരെപ്പോഴും നോക്കുന്നുള്ളതുകൊണ്ട് മാത്രം ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധൻ അങ്ങോട്ട് വന്നു. ഗോവർദ്ധനോട് ബാലേന്ദ്രനും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഗോവർദ്ധനും പറഞ്ഞു, ബാലേട്ട ജാമ്യം കിട്ടുമെന്നും അറിയത്തില്ല. ശിവേട്ടനും അതുപോലെ തന്നെ രാജീവേട്ടനും ഒക്കെ പോയിട്ടുണ്ട് കോടതിയിലേക്ക്. അവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലെന്നാ വക്കീൽ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് അറിയാം അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂന്ന്. അല്ലെങ്കിലും ജാമ്യം കിട്ടത്തില്ല എന്ന് പറയാം. അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, ഇനിയിപ്പോൾ ബാലേട്ടൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അറിയാലോ. വെറുതെ എന്തിനാ ഓരോന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് അസുഖം കൂട്ടി വെക്കണേന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. മകനായി പോയില്ലേ, തല്ലിക്കൊല്ലാൻ പറ്റുമോ, ജനിപ്പിച്ച് പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ബാലേന്ദ്രൻ വിഷമിക്കുകയാണ്. ബാലേന്ദ്രൻ്റെ ആ വിഷമം മനസ്സിലാവുന്നുണ്ടായിരുന്നു ഗോവർദ്ധനൊക്കെ. ഇതേ സമയത്ത് രോഹിത്തും ഹരിശങ്കറും ബാക്കി 2 കൂട്ടാളികളും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഹരിശങ്കറൊക്കെ ആകെപ്പാടെ വേർതിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു വിധത്തിലാണ് പോലീസുകാരെ രക്ഷപ്പെടുത്തി അവിടെ കൊണ്ട് ഇരുത്തിയത്. ആ സമയത്ത് SI വന്നിട്ട് പറഞ്ഞു, കണ്ടോടാ, ഇപ്പം നിനക്കൊക്കെ മനസ്സിലായില്ലേ എന്താന്ന്. നീയൊക്കെ ചെയ്ത് കൂട്ടിപ്പോൾ ഇത്രയൊക്കെ വിചാരിച്ചോ? നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഈ സൈഡും കൂടെ ഊരി പോരാന്നോ? ഞങ്ങളൊന്ന് കണ്ണടച്ചായിരുന്നെങ്കിൽ നീയൊക്കെ പിന്നെ ഭൂമി ജീവനോടെ ഇരിക്കില്ലായിരുന്നു പറഞ്ഞു. ശരിക്കും ചെയ്യേണ്ട അതായിരുന്നു പറയണം. രോഹിത് ഹരിശങ്കർ ഒന്നും മിണ്ടിയില്ല. അവരിങ്ങനെ തല കുണിച്ചിരിക്കുകയാണ്. അവരുടെ കേസ് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിസ്സാര കാര്യമില്ലത്, കൂട്ട ബലാത്സംഗ കേസാ. അതുകൊണ്ട് ആ രീതിയിലാണ് അവന്മാരെ എല്ലാവരും കാണുള്ളൂ. വേറെ മോഷണക്കുറ്റം നടത്തിയാൽ പോലും ഇത്രയ്ക്ക് ആർക്കും ഒരു ദേഷ്യം വരെയും കാണത്തില്ല. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല. അതിനപ്പുറത്തേക്കാണിത്. അങ്ങനെ ഒടുവിൽ അവരുടെ കേസ് വിളിച്ചു. അവർ പ്രതികൂട്ടിലേക്ക് അങ്ങനെ കയറി നിൽക്കുകയാണ്. വാദിഭാവം വക്കീലും പ്രതിഭാവം വക്കീലും ഒക്കെ വാദിക്കുന്നുണ്ട്, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നേരത്തെ കുറ്റസമ്മതം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, എന്നാലും തിരിച്ചു മറിച്ചുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ജാമ്യം കിട്ടിയില്ല. ജാമ്യം നിഷേധിക്കുകയാണ് കോടതി. പോലീസുകാർ ആവശ്യപ്പെട്ടു. കാരണം ഇപ്പോൾ അവരെ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവർ ആ പെൺകുട്ടിയെ അതിജീവിതയെ സ്വാധീനിക്കാനും ശ്രമിക്കും. അതുമാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിക്കും. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വേണം. അങ്ങനെ ഒടുവിൽ റിമാൻഡ് ചെയ്യുവാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രാജീവിനും ശിവശങ്കരനും ഒക്കെ സഹിച്ചില്ല. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് അറിയാമായിരുന്നു. എന്നാലും ഒരു വിഷമം, ഇത്ര ചെറിയ പ്രായത്തിൽ ജയിലിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് വലിയ തറവാടികളായിട്ട് നിന്നിട്ട് നാണക്കേടല്ല നാളെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനായിട്ട് ആൾക്കാരോടൊക്കെ എങ്ങനെ മറുപടി പറയും എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒടുവിൽ നല്ല പണി തന്നെയാണ് അവർക്കിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് അരിയനിക്ക് സാധിക്കണമെങ്കിൽ രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാനായിട്ട് പറ്റണം. അവന് രോഹിത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രോഹിത്ത് നിഷേധിക്കുകയോ ചെയ്ത കോടതിയിൽ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ രോഹിത്ത് പറയണേ. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല, അവിടെ പോയത് ശരിയാ, മദ്യപിച്ചെന്നുള്ള ശരിയാ, പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കോടതി അത് മുഖവിലയ്ക്ക് എടുത്തില്ല. കാരണം 4 പേരും കൂടെ കൂടിയിട്ടല്ല പോയത്, മദ്യലഹരിയിലായിരുന്നാലും. അപ്പോൾ അവനും പീഡിപ്പിച്ചെന്നുള്ള രീതിയിലായിരുന്നു കോടതിയിൽ. അങ്ങനെ രോഗത്തിന് ശിക്ഷ കിട്ടുന്നുണ്ട്. രോഗത്തിനെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.